സംസ്ഥാനത്ത് നാളെയും ശക്തമായ മഴ തുടരും. ഇടുക്കി, പത്തനംതിട്ട, വയനാട്, കോഴിക്കോട് ജില്ലകളിലും ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിലേക്കുള്ള രാത്രികാല യാത്രകൾക്കും വിനോദസഞ്ചാരത്തിനും നിരോധനം ഏർപ്പെടുത്തി. തിരുവനന്തപുരത്ത് കോട്ടൂർ കടമാൻകുന്നിൽ 2 വീടുകൾ പൂർണ്ണമായും തകർന്നു. അർച്ചന രവീന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി. അർച്ചന, സംസ്ഥാനത്ത് മഴയുമായി ബന്ധപ്പെട്ട അലേർട്ടുകൾ ഏതൊക്കെയാണ് നൽകിയിരിക്കുന്നത്? ഒപ്പം ഏതൊക്കെ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്? അൻസു, മഴ അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അലേർട്ടുകൾ വന്നിരിക്കുന്നത്. 14 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുകളുണ്ട്. 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുകളാണ്. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചത്. അതുപോലെ 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. നിലവിൽ 14 ജില്ലകളിലും ഓരോ മുന്നറിയിപ്പുകളാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നതും. അടുത്ത 3 ദിവസവും കൂടെ മഴ ശക്തമാകും എന്ന കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശം. എന്തായാലും സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലായാലും മഴക്കെടുതികൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യം കൊണ്ട് തന്നെ വിവിധ ജില്ലകളിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, വയനാട് ജില്ലകളിലും ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾക്കുമാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചതുള്ളൂ. എന്തായാലും സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള മഴക്കാല ദുരിതം തന്നെയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തായാലും പത്തനംതിട്ടയിലായാലും സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ മഴ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. എന്തായാലും മഴക്കെടുതി തന്നെയാണ് സംസ്ഥാനം മുഴുവൻ. അൻസു.